അവരൊരു സിറ്റുവേഷനിലായി പോകുന്നതാണ്, അതിനെപ്പറ്റി പറയുന്ന ഒരു പടമാണ്. ആർക്കും വേണം പറ്റാം, ഒരു അങ്ങനത്തെ ഒരു രീതി. കുഴപ്പമില്ല, നല്ല പടം. അത് കാണണം, എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. നല്ല മെസ്സേജുണ്ട്, നല്ല മെസ്സേജുണ്ട്. അത് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. നമ്മൾ കുഴപ്പമില്ല, തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. നല്ല പടമാണ്. ആ പടത്തെക്കുറിച്ച് അത് എടുത്തേണ്ട രീതിയിൽ എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. കണ്ട് മനസ്സിലാക്കണം, നല്ല പടം. വേണ്ടിയിട്ട് എടുത്ത ഒരു ഫിലിമാണ്. കാരണം ഫിലിം ഫെസ്റ്റിവലിനൊക്കെ അയക്കാൻ വേണ്ടി IFFKയിൽ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ വേറെ എന്തൊക്കെയോ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ സ്റ്റോറി എന്നല്ല, ഒരു ശ്രീലങ്കയിലെ 2022 അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അല്ലേ, ആ സമയം ക്രൈസിസ് വന്ന സമയത്ത് അവിടെ പോയ ടൂറിസ്റ്റുകളായിട്ടാണ് അവർ. അപ്പോൾ ആ ഒരു ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ജീവിക്കാൻ വേണ്ടി പലതും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ അതാണ് ഇതിലെ സബ്ജക്റ്റ്. പെർഫോമൻസ് ഞാൻ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ദർശനയും റോഷൻ നല്ല അഭിനേതാക്കളുണ്ട്, അവരുടെ ഭയങ്കര മികച്ച അഭിനയ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നുമില്ല, വെറുതെ ഒരു സാധാരണ ഒരു സിനിമ. പിന്നെ അതിൽ എടുത്തു പറയേണ്ട എൻ്റെ ഒരു സിനിമാറ്റോഗ്രഫി നന്നായിട്ട് ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീലങ്കയുടെ ഒരു വിഷ്വൽ ബ്യൂട്ടി എല്ലാം ഫുള്ളും ഫിലിമിൽ കാണിച്ചിട്ടുണ്ട്. അതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ പെട്ടെന്ന് കുറച്ച് ചെറിയൊരു സിനിമയിൽ ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. ഒരു ഷോർട്ട് ഫിലിമായിട്ടൊക്കെ ഏതെങ്കിലും OTTയിലോ യൂട്യൂബ് ചാനലിലോ ഒക്കെ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒന്നുമില്ല ഫിലിമിൽ. ജസ്റ്റ് കാണാം എന്നുള്ളതല്ലാതെ. കൊള്ളാം. ആക്ച്വലി എനിക്കിത് IFFKക്ക് കാണാൻ പറ്റിയില്ല, മിസ്സായി. ഞാനാണെങ്കിൽ കലാഭവൻ തിയേറ്ററിൽ പോയപ്പം ക്യൂ ആയിരുന്നല്ലോ, എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വന്ന് കണ്ടതാണ് പടം. എനിക്കിഷ്ടപ്പെട്ടു. ആക്ച്വലി എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ മോഡാണ് പടം. ഒരുപാട് നോമിനേഷൻസ് കിട്ടിയൊരു പടമായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വന്നത്. പടം കൊള്ളാം. എന്താ പറയുക, ശ്രീലങ്കയിൽ നടക്കുന്നൊരു സംഭവമാണ്, പ്രസക്തിയുള്ളൊരു സംഭവമാണ്. എന്താണെന്ന് പറയുന്നില്ല, സ്പോയിലറാവും. പടം കൊള്ളാം. ഒരുപാട് ഫെസ്റ്റുകൾ കിട്ടിയൊരു പടമാണ്. പിന്നെ നടീനടന്മാർക്കും പുരസ്കാരങ്ങൾ കിട്ടിയൊരു പടമാണ്. ആക്ച്വലി കൊള്ളാം. ചെറിയൊരു ത്രില്ലർ പാറ്റേൺ ആണ്. എന്താണെന്ന് പറഞ്ഞ സ്പോയിലർ ആയിപ്പോൾ, കാരണം അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്റർ എന്ന് പറഞ്ഞാൽ പ്രസക്തിയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അതാണ്. ആക്ച്വലി കുഴപ്പമില്ല. പിന്നെന്താണ് പെർഫോമൻസ്, ശ്യാം ഫെർണാണ്ടോ എന്ന് പറഞ്ഞ നടൻ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് വരുന്നുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് ആണ് ഏറ്റവും മികച്ചതായിട്ട് തോന്നുന്നത്. ഓവറോൾ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. കുഴപ്പമില്ല. ചേട്ടാ ഫ്ലാറ്റാ ചേട്ടാ പടം, ഫ്ലാറ്റായിട്ടാണ് പോണത്, ഒന്നുമില്ല, ചുമ്മാ വന്നിരുന്നതാണ്. ഒരു ചെറിയ കഥ കേട്ടോ, അതിങ്ങനെ നീട്ടി വലിച്ചുകൊണ്ട് പോകും, വേറെ ഒന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയ ആർട്ടിഫിഷ്യലായിട്ടാണ് തോന്നിയത്. ക്ലൈമാക്സ് പടം പെട്ടെന്ന് തീർന്ന പോലെ തോന്നി, പക്ഷെ ക്ലൈമാക്സ് ആണ് ഇതാണെന്നൊന്നും എനിക്ക് തോന്നില്ല. ഫ്ലാറ്റ് മെസ്സേജ് ഒന്നുമല്ല ബ്രോ, ചെറിയ റോബറി കഥയാണ്, അതങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതാണ്, അതാണ്. കണ്ടിരിക്കാന്ന് കേട്ടോ, പക്ഷേ കഥ നമ്മൾ ഒട്ടും ഫ്ലാറ്റായിട്ട് പോകുന്നത്. എന്നാൽ സമയം നേരം പോക്കിന് വേണ്ടി വന്നിരുന്ന് കാണാം, ഫ്ലാറ്റാണ്.